സുഹൃത്തുക്കളുടെ നഗ്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ച കേസിൽ യൂട്യൂബർ തൊപ്പിയുടെ യൂട്യൂബ് ചാനൽ നീക്കം ചെയ്തു. അങ്ങനെ അത് അവസാനിച്ചു. പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് യൂട്യൂബിന്റെ നടപടി. തൊപ്പി എന്ന നിഹാദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്ത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഗുരുതര സ്വഭാവത്തിലുള്ള കുറ്റങ്ങളായതിനാൽ ജാമ്യം അനുവദിക്കരുതെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എസ് ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. എസ് ശരൺ, അപ്പോ തൊപ്പിയുടെ യൂട്യൂബിന് വിലക്ക് വീണു അല്ലെ, ചങ്ങല വീണു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. എന്തായാലും അതിന് ചങ്ങല വീണിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്, പരാതികളാണ് ഈ നിഹാദ്, തൊപ്പി എന്ന നിഹാദിനെതിരെ നേരത്തെ ഉയർന്നിരുന്നത്. നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത്? ഒന്നുമില്ലെങ്കിൽ ഞാനൊരു സാഹിത്യകാരനല്ലേ, ആ ഒരു മതിപ്പെങ്കിലും എനിക്ക് തരണ്ടേ? അങ്ങനെ ഈ ലഹരി ഇടപാടുകൾ നടത്തി, ഒപ്പം തന്നെ ഈ സുഹൃത്തുക്കളുടെ നഗ്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ചു അടക്കമുള്ള അനവധി പരാതികളുണ്ടായിരുന്നു. അതിൽ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയുടെ ഇടപെടൽ ഉണ്ടാവുകയും വിശദമായ അന്വേഷണം നടത്തുമെന്ന് അദ്ദേഹം അറിയുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഒരു അഭിഭാഷകന്റെ പരാതി ആലുവ റൂറൽ സൈബർ പോലീസിന് ലഭിക്കുന്നത്. ആ പരാതിയിൽ നിഹാദിനെതിരെ കേസ് എടുക്കുന്നു. നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിക്കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. അതിൽ തന്നെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ, അതായത് IT ആക്ടിന് പുറമെ BNSലെ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരുന്നത്. ഈ കേസിലാണ് ഇപ്പോൾ നിഹാദിന്റെ യൂട്യൂബ് ചാനലിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. അതായത് പോലീസ് ഈ സംബന്ധിച്ച ഒരു റിപ്പോർട്ട് യൂട്യൂബിന് നൽകുകയായിരുന്നു. കഴിഞ്ഞ കാലയളവിൽ ഇയാളുടെ യൂട്യൂബ് ചാനൽ വഴി എന്തൊക്കെയാണ് പ്രചരിപ്പിച്ചതെന്ന് സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യൂട്യൂബ് ഇയാളുടെ യൂട്യൂബ് ചാനൽ പൂർണ്ണമായും തന്നെ നീക്കം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ കേസെടുത്തതിന് പിന്നാലെ ഈ തൊപ്പി ഒളിവിൽ തുടരുകയാണ്. ഇയാളെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇതിനിടയിൽ മുൻകൂർ ജാമ്യം തേടിക്കൊണ്ട് ഇയാൾ എറണാകുളം സെഷൻസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. തനിക്കെതിരെ ഉയർന്നിരിക്കുന്നത് വ്യാജ പരാതികളാണെന്നുള്ളതാണ് ഇയാൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഇതിനെ ശക്തമായി എതിർക്കുകയാണ് ആലുവ റൂറൽ സൈബർ പോലീസ്. ഇപ്പോൾ ഈ നിഹാദിനെതിരെ, തൊപ്പിക്കെതിരെ ഉയർന്നിരിക്കുന്നത് ഗുരുതര സ്വഭാവത്തിലുള്ള കുറ്റങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് കോടതിയിൽ പോലീസ് നൽകിയിരിക്കുന്നത്. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.